മൈൻഡ് സ്റ്റക്കാണോ? കൺഫ്യൂഷൻ ഉണ്ടോ? സ്ട്രെസ്ഡ് ആണോ? കൂടുതൽ ആലോചിക്കണ്ട, ദീർഘമായി ശ്വസിക്കൂ. സ്ട്രെസ് വരുമ്പോൾ ശ്വസനം കൃത്യമായ രീതിയിൽ നടക്കാൻ പറ്റാതെ വരികയും ഓക്സിജൻ കുറയുകയും മെന്റൽ ബ്ലോക്ക് ഉണ്ടാവുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്നു. ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നു ദീർഘശ്വാസം മനസ്സിന് ശാന്തത വരുത്തുകയും ശ്രദ്ധ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്തുകയും ചെയ്യുന്നു. ഇന്ന് നമുക്ക് ക്ലാരിറ്റി ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യാം. 3 സ്റ്റെപ്പാണ്. അപ്പൊ ഇതിന് സ്റ്റാർട്ടിങ് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നടു നിവർന്നിരിക്കുക, ഷോൾഡർ ഫ്രീ ആണോ റിലാക്സ് ആണോ നോക്കുക, ശരീരം മുഴുവൻ റിലാക്സ്ഡ് ആണോ നോക്കുക. അതിനുശേഷം കണ്ണുകൾ അടച്ചാണ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം ഒന്ന് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് റിതമിക് ബ്രീത്തിങ് ആണ്. നമ്മുടെ ശ്വാസം ഒരു റിതത്തിൽ കൊണ്ടുവരുന്നു, ഇൻഹേലും എക്സേലും. അപ്പം നമ്മുടെ നെർവസ് സിസ്റ്റം കാം ആവും. രണ്ടാമത് ബോക്സ് ബ്രീത്തിങ് ആണ്. നമ്മൾ ഒരു 4 കൗണ്ട് ബ്രീത്തിങ് ചെയ്യും, 4 കൗണ്ട് ഹോൾഡ് ചെയ്യും, 4 കൗണ്ട് ബ്രീത്ത് ഔട്ട്, 4 കൗണ്ട് ഹോൾഡ് ചെയ്യും. അപ്പൊ നമുക്ക് നമ്മുടെ കാംനെസ് അനുഭവപ്പെടുന്നു. മൂന്നാമത് നാച്ചുറൽ ബ്രീത്ത് അവയർനെസ് ആണ്. അപ്പം നമുക്ക് നാച്ചുറൽ ബ്രീത്ത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് അവെയർ ചെയ്യാൻ പറ്റും. നമുക്ക് ക്ലാരിറ്റി വരും. അപ്പൊ നമുക്ക് 3 സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാം. കണ്ണുകൾ അടയ്ക്കുക, നടു തുറന്നിരിക്കുക, ഷോൾഡർ റിലാക്സ് ആണെന്ന് നോക്കുക, മുഖത്ത് പുഞ്ചിരി ഉണ്ടാവണം. ഫസ്റ്റ് സ്റ്റെപ്പ് റിതമിക് ബ്രീത്തിങ്. ബ്രീത്ത് ഇൻ 1 2 3 4. ബ്രീത്ത് ഔട്ട് 1 2 3 4. മുഖത്ത് പുഞ്ചിരി ഉണ്ടാവണം. ബ്രീത്ത് ഇൻ 1 2 3 4. ബ്രീത്ത് ഔട്ട് 1 2 3 4. Breathe in 1 2 3 4 5. Breathe out 1 2 3 4 5. നമ്മുടെ നെർവസ് സിസ്റ്റം ആമായി. നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ബോക്സ് ബ്രീത്തിങ് സ്റ്റാർട്ട് ചെയ്യാം. 4 കൗണ്ട് നമ്മൾ ബ്രീത്തിങ് ചെയ്യുന്നു, 4 കൗണ്ട് നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്നു, 4 കൗണ്ട് ബ്രീത്ത് ഔട്ട്, പിന്നെ ബ്രീത്ത് ചെയ്യുന്നു, 4 കൗണ്ട് ഹോൾഡ് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്യാം. മുഖത്ത് പുഞ്ചിരി ഉണ്ടാവണം, നടുന്ന് വന്നിരിക്കണം. ബ്രീത്ത് ഇൻ 1 2 3 4. ഹോൾഡ് 1 2 3 4. ബ്രീത്ത് ഔട്ട് 1 2 3 4. Hold 1 2 3 4. പുഞ്ചിരി മുഖത്തുണ്ടോ നോക്കണം. ബ്രീത്ത് ഇൻ 1 2 3 4. ഹോൾഡ് 1 2 3 4. ബ്രീത്ത് ഔട്ട് 1 2 3 4. ഹോൾഡ് 1 2 3 4. മുഖത്ത് പുഞ്ചിരി ഉണ്ടോ നോക്കുക. ബ്രീത്ത് ഇൻ 1 2 3 4. ഹോൾഡ് 1 2 3 4. ബ്രീത്ത് ഔട്ട് 1 2 3 4. ഹോൾഡ് 1 2 3 4. ശരീരത്തിലെ മാറ്റം ശ്രദ്ധിക്കുക. ശ്വാസത്തിന്റെ താളം ശ്രദ്ധിക്കുക. നമ്മളുടെ കാംനെസ് ഫീൽ ചെയ്യുക. മുഖത്ത് പുഞ്ചിരി കൊണ്ടുവരിക. നാച്ചുറൽ ബ്രെത്ത് അവയർനെസ്. നമ്മളിപ്പോൾ നമ്മുടെ ശ്വാസം എങ്ങനെയാണ് അവെയർ ചെയ്യുക. ശ്വാസം മുമ്പോട്ടിലൂടെ ശ്വസിക്കുന്നു, ലങ്സ് നിറയുന്നു, ഡയഫ്രം വികസിക്കുന്നു, വയറ് പുറത്തേക്ക് തള്ളി വരുന്നു. ശ്വാസം വിടുമ്പോൾ വയറുള്ളിലേക്ക് ചുറ്റും.
ചെസ്റ്റിൻ്റെ ഭാഗം മുകളിലേക്ക്. മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് പോകും. നാച്ചുറൽ വേറെ ചെയ്യുക. മുഖത്ത് പുഞ്ചിരി കാണാം. നമ്മുടെ ഉള്ളിൽ ഒരു കാംനെസ് വന്നു. നമ്മൾ ഫോക്കസ്ഡ് ആണ്. നമുക്ക് ക്ലാരിറ്റി ഉണ്ട്. ഈ ക്ലാരിറ്റിയോടുകൂടി പുഞ്ചിരിയോടുകൂടി പതുക്കെ കണ്ണുകൾ തുറക്കുക. നമുക്ക് നമ്മുടെ മൈൻഡ് എപ്പോഴൊക്കെ ബ്ലോക്ക് ആവുന്നുണ്ടോ, എപ്പോഴൊക്കെ കൺഫ്യൂഷൻ അനുഭവിക്കുന്നുണ്ടോ, എപ്പോഴൊക്കെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടോ, ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഐ വിൽ പ്രാക്ടീസ് എന്ന് കമൻറ്റ് ബോക്സിൽ ചെയ്യുക. ഇത് ഷെയർ ചെയ്യുക. ഡെയിലി 5 മിനിറ്റ് ബ്രെത്ത് വെൽ ചലഞ്ച് പ്രാക്ടീസ് ചെയ്യുക. നാളെ കാണാം. ബ്രീത്ത് വെൽ, live well.